الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തഖ്വാ ബോധത്തോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം സമാഗതമാകുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളിൽ സ്ത്രീ സമൂഹം അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സ്വാതന്ത്ര്യമില്ലായ്മയുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാഹിലിയ കാലത്തെ സ്ത്രീ മർദ്ദിതയും ചൂഷിതയുമായിരുന്നു. അവളുടെ സ്വന്തം സ്വത്തിൻ്റെ പോലും ഉടമാവകാശമോ കൈകാര്യാവകാശമോ അവൾക്കില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഇങ്ങനെ സ്ത്രീ സമൂഹത്തിന് എന്തെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്നുവോ അതെല്ലാം അനുവദിച്ചുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും ജീവിതത്തിൻ്റെ സമാധാനത്തിനും വേണ്ടതെല്ലാം നൽകിക്കൊണ്ടാണ് ഇസ്ലാം കടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ വിവാഹിതയാവുകയാണെങ്കിൽ അവൾക്ക് നിർബന്ധമായും പുരുഷൻ നൽകേണ്ട വിവാഹമൂല്യത്തെക്കുറിച്ച് വരെ ഇസ്ലാം സംസാരിച്ചു. അനന്തരാവകാശം അവർക്കില്ലായിരുന്നു. അനന്തരാവകാശം ഇസ്ലാം അനുവദിച്ചു കൊടുത്തു. സ്ത്രീക്ക് സ്വന്തം പിതൃസ്വത്തിലവകാശം, ഭർത്തൃസ്വത്തിലവകാശം, മക്കളുടെ സ്വത്തിലവകാശം, പേരമക്കളുടെ സ്വത്തിലവകാശം, സ്ത്രീ മാതാവാണെങ്കിലും അതേപോലെ തന്നെ വല്യമ്മയാണെങ്കിലുമൊക്കെ അവർക്ക് അവകാശങ്ങൾ നൽകുന്ന വിധത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഘടന അനുസരിച്ച് അവർക്കതിലൊക്കെ ഇസ്ലാം അവകാശങ്ങൾ നൽകി എന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. അത് അനന്തരാവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബിന. പുരുഷന്മാർ സമ്പാദിച്ചത്
അവർക്ക് ലഭിക്കും, സ്ത്രീകൾ സമ്പാദിച്ചത് ആ സ്ത്രീകൾക്കും ലഭിക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഏതേതെല്ലാം സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം കൊടുക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നു വരുന്നത്. വിവാഹ സമയവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭവും സാഹചര്യവുമാണ്. തൻ്റെ മാതാപിതാക്കളുടെ, കുടുംബാംഗങ്ങളുടെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലൊക്കെ കഴിഞ്ഞുകൂടിയ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ താൻ തിരഞ്ഞെടുക്കുന്ന, തനിക്കിഷ്ടപ്പെട്ടതായി തോന്നിയിട്ടുള്ള ജീവിത പങ്കാളിയുടെ കൂടെ വിവാഹം കഴിച്ചു പോകുമ്പോൾ അവൾക്ക് ഒരു സമ്മാനം, പാരിതോഷികം നൽകണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നമ്മൾ മഹർ എന്ന് പറയുന്നത് അതാണ്. ഖുർആനിൽ മഹർ എന്ന പദപ്രയോഗമില്ലെങ്കിലും വആത്തുൻ നിസാഅ സ്വദുഖാത്തിഹിന്ന നിഹല, സ്വദുഖാത്ത് എന്ന പ്രയോഗമാണ് ഖുർആൻ അതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഫആത്തൂഹുന്ന ഉജൂറഹുന്ന ഫരീള, ഉജൂർ, നിങ്ങൾ അവരുടെ വിവാഹമൂല്യം അവർക്ക് നൽകണം. അത് അവൾക്ക് വിവാഹം സമയത്ത് നൽകേണ്ട ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ കൈമാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെയൊക്കെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഫസ്വിദാഖു അത്തിയ്യത്തും മിനല്ലാഹി തആല ലിൽ മർഅ, മഹർ, വിവാഹമൂല്യമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് നൽകിയിട്ടുള്ള ഒരു വിവാഹ സമ്മാനമാണ് എന്നാണ്. ആ മഹർ നൽകുന്നതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിടത്ത് പറയുന്നുണ്ട്, വിവാഹ സമയത്ത് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് യാതൊരു സാമ്പത്തിക ലാഭവും ഞാൻ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല, നേരെ മറിച്ച് ഞാൻ അവൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണെന്നുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ തുടക്കമാണ് വിവാഹ സമ്മാനമാകുന്ന മഹർ അവർക്ക് കൈമാറൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് സ്ത്രീയെയും സ്ത്രീയുടെ കുടുംബത്തെയും ഒക്കെ അങ്ങോട്ട് സഹായിക്കുന്നൊരു മനോഗതി പുരുഷനിൽ വളർത്തിയെടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞെടുത്ത് പറയുന്നത്, വഹില്ല ലക്കും മാ വറാഅ ദാലിക്കും അൻ തബ്തഗൂ ബിഅംവാലിക്കും, നമുക്ക് വിവാഹം കഴിക്കൽ നിഷിദ്ധമായ സ്ത്രീകൾ ആരൊക്കെയാണെന്ന് അള്ളാഹു കൃത്യമായി വിശദീകരിച്ചതിന് ശേഷം ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീകളാണ്, അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇനി നമുക്ക് അനുവദനീയമായിട്ടുള്ളവരെ എങ്ങനെയാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിടത്ത് വഹില്ല ലക്കും മാ വറാഅ ദാലിക്കും അൻ തബ്തഗൂ ബിഅംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ബന്ധം തേടുന്നതിന്, സ്ത്രീകളുമായി ബന്ധം തേടുന്നതിന് വിരോധമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വളരെ വലിയ ഒരു ലക്ഷ്യമാണ് ഇസ്ലാം ഈ സമയത്ത് തന്നെ അത് നൽകുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇനിയും മഹർ നൽകേണ്ടത് വിവാഹ സമയത്ത് തന്നെയാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന, അവരുടെ വിവാഹമൂല്യം നിങ്ങൾക്ക് അവർ നൽകിയാൽ അവരെ വിവാഹം ചെയ്യുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതും എപ്പോൾ തന്നെ നൽകണം, നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി സഹശയനം നടത്തുന്നതിന് മുമ്പ് തന്നെ വിവാഹമൂല്യം മഹർ കൈമാറണം എന്നതാണ് പ്രവാചകചര്യ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്ത സന്ദർഭത്തിൽ
ആ വിവാഹത്തിന് ശേഷം അറാദ അൻ യദ്ഖുല ബിഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടാൻ അലി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ച സന്ദർഭത്തിൽ ഫമനഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി അദ്ദേഹത്തെ തടഞ്ഞു. ഹത്താ യുഅ്തിയാ ഷൈഅൻ, അലി നീ എന്തെങ്കിലും മഹറായിട്ട് കൊടുക്കണം. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ ലീ ഷൈ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ റസൂലേ. അപ്പോൾ റസൂൽ പറയുന്നു, അഅ്തിഹാ ദിർഅകൽ ഹതീമിയ, നിൻ്റെ ആ പടയങ്കി ഉണ്ടല്ലോ അതെങ്കിലും അവൾക്ക് നൽകണം. ഫഅ്താഹ, അങ്ങനെ പടയങ്കി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പടയങ്കി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് വിവാഹമൂല്യമായി നൽകിക്കൊണ്ടാണ് ഫഅ്താഹ ദിറഹു സുമ്മ ദഖല ഫീഹാ, അവർ വീട് കൂടിയത് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നതും തീരുമാനിക്കേണ്ടത്, എത്രയാണ് മഹർ എന്നത് നിശ്ചയിക്കാനുള്ള അവകാശം, അതിനുള്ള അധികാരം സ്ത്രീക്കാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. സ്ത്രീയാണ് പറയേണ്ടത് വിവാഹവേളയിൽ എനിക്ക് ഇത്രയാണ് മഹർ ലഭിക്കേണ്ടത് എന്ന്. സ്ത്രീ പറയുകയും അത് പുരുഷൻ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അല്ലെങ്കിൽ പുരുഷൻ പറയുന്നു ഞാൻ ഇത്ര മഹർ നൽകാൻ ഉദ്ദേശിക്കുന്നു, സ്ത്രീ തൃപ്തിപ്പെടുകയാണെങ്കിൽ അത് അംഗീകരിക്കുന്ന രീതി. അല്ലെങ്കിൽ രക്ഷാധികാരി പറയുന്നു ഇത്രയാണ് ഈ നിക്കാഹിന്, ഈ വിവാഹത്തിന് മഹറായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രക്ഷാധികാരി പറയുന്നത് സ്ത്രീക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വിവാഹം നടക്കുന്ന രീതി. അപ്പോൾ മഹറിൽ ശരിക്ക് മഹറിൻ്റെ അധികാരം സ്ത്രീയുടെ സംതൃപ്തിയാണ് അതിൽ പരിഗണിക്കേണ്ടത് എന്നാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശം എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരു സംഭവം നമുക്ക് കാണാനാകും. ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്നംറഅതം മിൻ ബനി ഫുസാറ, ബനി ഫുസാറ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ തസവ്വജത് അലാ നഅലൈനി, അവർ വിവാഹിതയാകുന്നത് 2 ചെരുപ്പ്, അത് വിവാഹമൂല്യം നിശ്ചയിക്കപ്പെട്ട നിലയിലാണ് എന്നാണ്. അവർക്ക് കിട്ടിയത് മഹർ 2 ചെരുപ്പാണ്. ഇതറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറളീതി അൻ നഫ്സികി, ഈ 2 ചെരുപ്പ് കൊണ്ട് നീ തൃപ്തി അടഞ്ഞോ, നീ സംതൃപ്തയാണോ ഈ മഹർ കൊണ്ട് എന്ന് റസൂൽ ചോദിച്ചു. അവർ പറയുന്നു, ഖാലത്തിനാം നബിയെ, ഞാൻ ഈ മഹർ കൊണ്ട് സംതൃപ്തയാണ്. ഫഅജാസഹു, അപ്പോൾ ആ വിവാഹം നടത്താൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകുകയാണ് ഉണ്ടായത്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാ അവരൊക്കെ ഉദ്ധരിക്കുന്ന സംഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, നിങ്ങൾ എന്നെ വിവാഹം ചെയ്യണം. യാ റസൂലല്ലാഹ് അഹബു ലക നഫ്സി എന്നാ പറയുന്നത്, നിങ്ങൾ എന്നെ വിവാഹം ചെയ്യണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടുന്ന് തലതാഴ്ത്തി ഇരുന്നു, മൗനം പാലിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതിരുന്നത് കണ്ടപ്പോൾ പ്രവാചകന്റെ സഹാബിമാരിൽ നിന്ന് ഒരാൾ എണീറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇല്ലം യകുൽ ലക ബിഹാ ഹാജ ഫസവ്വിജ്നീഹാ, നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ എനിക്ക് വിവാഹം ചെയ്തു തരൂ റസൂലേ. അവർ റസൂൽ ചോദിച്ചത്, ഫഹൽ ഇൻദക മിൻ ഷൈ, നിന്റെ അരികിൽ അവൾക്ക് മഹർ കൊടുക്കാൻ വല്ലതുമുണ്ടോ എന്നാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, എൻ്റെ അരികിൽ മഹറൊന്നും കൊടുക്കാനില്ല. ഫഖാല ഇദ്ഹബ് ഇലാ അഹ്ലിക് ഫൻദുർ ഹൽ തജിദു ഷൈഅ, വീട്ടിലേക്ക് പോയി നോക്കൂ, നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ മഹർ കൊടുക്കാൻ. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് മടങ്ങി വന്നു. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലേ, പോയിട്ടൊന്നും കിട്ടിയിട്ടില്ല മഹറായി കൊടുക്കാൻ. റസൂൽ വീണ്ടും അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്, ഉൻദുർ വലു ഖാതമിൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിൻ്റെ മോതിരമെങ്കിലും കിട്ടുമോ എന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വീണ്ടും തിരിച്ചയക്കുകയാണ്. വീണ്ടും ഒന്ന് പോയി വന്നു. റസൂലിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, റസൂലേ, ഞാൻ ഉടുത്ത ഈ ഉടുമുണ്ട് മാത്രമാണ്, ഈ തുണി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്.
അദ്ദേഹത്തിൻ്റെ ശരീരം മൂടുന്ന ഒരു പുതപ്പോ രണ്ടാമുണ്ട് പോലുമോ അദ്ദേഹത്തിനില്ലായിരുന്നു. ഈ തുണിയാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഈ തുണിയിൽ നിന്ന് അവൾക്ക് നിനക്ക് എന്ത് നൽകാനാകും? അതേപോലെ തന്നെ നീ ഇത് നൽകിയാൽ പിന്നെ നിനക്ക് ഉടുക്കാൻ എന്താണ് ഉണ്ടാവുക? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇനി ഏതായാലും എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, മാദാ മഅക മിനൽ ഖുർആൻ, നീ ഖുർആനിൽ നിന്ന് വല്ലതും പഠിച്ചിട്ടുണ്ടോ? നീ ഖുർആനിൽ നിന്ന് വല്ലതും മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം. അത് കേട്ടപ്പോൾ അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞു, മഅഇയ സൂറത്തു കദാ വകദാ വസൂറത്തു കദാ വകദാ, ഇന്ന സൂറത്തൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് പ്രവാചകനോട് അദ്ദേഹത്തിന് മനഃപ്പാഠമുള്ള സൂറകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ഹബ് ഫഖദ് മല്ലക്തഹാ ബിമാ മഅക മിനൽ ഖുർആൻ, നിന്റെ കയ്യിലുള്ള ഈ ഖുർആൻ അത് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന ആ നിബന്ധനയിൽ അവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീ വിവാഹിതയാകുന്ന വേളയിൽ തന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, ജീവിതത്തിലെ തൻ്റെ കൂട്ടുകാരനിൽ നിന്ന് തനിക്കെന്തെങ്കിലുമൊക്കെ ലഭിക്കണം, ആ പവിത്രമായ വിശുദ്ധമായ ബന്ധം നടക്കുമ്പോൾ എന്ന ആ രീതിയാണ് ഇവിടെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പത്നിമാർക്ക് നടത്തിയിരുന്ന മഹറുകളെക്കുറിച്ച് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവർ അന്യോന്യം കൈമാറിയിരുന്ന മഹറുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, കാന സിദാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്വാജിഹി 12 ഉഖിയ വനശൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹധർമ്മിണിമാർക്ക് നൽകിയിരുന്ന മഹർ വിവാഹ മൂല്യം 12 ഉഖിയയായിരുന്നു. അത് 500 ദിർഹമിന് സമാനമാണ്. ഫത്തിൽക 500 ദിർഹം, അതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായി നൽകിയിരുന്നത് എന്ന്. അപ്പോൾ ചെറുതും വലുതുമായ എന്തും മഹറായി നൽകാമെന്നും, അത് പണമായി, സ്വർണമായി, വെള്ളിയായി, ഗ്രന്ഥങ്ങളായി, തൊഴിലുപകരണങ്ങളായി, ഭൂമികളായി, തോട്ടങ്ങളായി എല്ലാം മഹർ നൽകാമെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ഏതെങ്കിലും ഒരു നിശ്ചിതമായ വസ്തുവിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. കാരണം അതിൽ മഅറൂഫ് എന്ന പദമാണ് മഹറിൻ്റെ കാര്യം സംസാരിച്ചിടത്ത് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയുക്തമായ, ഉപകാരപ്പെടുന്ന. വിശുദ്ധ ഖുർആനിൽ 20 സ്ഥലങ്ങളിൽ മഅറൂഫ് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. മാന്യമായ നിലക്ക് മാന്യമായ നിലയിൽ അവർക്ക് നിങ്ങൾ ആ മഹർ കൊടുക്കണമെന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വാക്കിൽ മഅറൂഫുണ്ട്, ഖൗലു മഅറൂഫ്, പ്രവർത്തനത്തിൽ മഅറൂഫുണ്ട്, ഫിഅലു മഅറൂഫ്, ഫിക്റുൻ മഅറൂഫ്, നമ്മുടെ ചിന്തയിൽ പോലും മഅറൂഫായതുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കണം മഹർ കൊടുക്കേണ്ടത് എന്നാണ് ഈ സംഭവത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സഹാബ വനിതകളിൽ ജുമൈല റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത സന്ദർഭത്തിൽ 2 തോട്ടങ്ങളായിരുന്നു അദ്ദേഹം മഹർ നൽകിയിരുന്നത് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉപകാരപ്പെടുന്ന എന്തും വിവാഹ മൂല്യമായി നൽകാം. ഇനി വിവാഹ മൂല്യമായി മഹർ നമ്മൾ നൽകിയതിന് ശേഷം അത് ഉപയോഗിക്കാൻ ഭാര്യ അനുവാദം നൽകുകയാണെങ്കിൽ ഭർത്താവിന് അത് ഉപയോഗിക്കുന്നതിനും അനുഭവിക്കുന്നതിനും
യാതൊരു വിരോധവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫഇൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു ഫകുലൂഹു ഹനീഅൻ മരീആ. ഇനി അതിൽ നിന്ന് സ്വമനസ്സാലെ അവർ വല്ലതും നിങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ, മഹറിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും വിട്ടുതരികയാണെങ്കിൽ നിങ്ങളത് ഹനീഅൻ മരീആ, സന്തോഷത്തോടെയും ഔചിത്യത്തോടെയും ഉപയോഗിച്ചു കൊള്ളുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അനുവാദമുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഔചിത്യത്തോടെ, ഹനീ എന്ന പോലെ തന്നെ മരീ എന്ന ഈ രണ്ട് പദങ്ങളാണ് വിശുദ്ധ ഖുർആൻ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതേപോലെ തന്നെ മഹറായി അടിമയാണ് എങ്കിൽ അടിമത്ത മോചനം മഹറായി നൽകാം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആഴ്ത്തക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. വജഅല ഇത്ഖഹാ സിദാഖഹാ, അവരുടെ വിവാഹമോചനമായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായി നൽകിയത്. അതേപോലെ തന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച സന്ദർഭത്തിൽ അവർ അബൂ ത്വൽഹ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മു സുലൈമിനോട് വിവാഹം അന്വേഷിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞത്, ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഭർത്താവായി സ്വീകരിക്കാമെന്നാണ്. അങ്ങനെ അബൂ ത്വൽഹയുടെ ഇസ്ലാം ആശ്ലേഷമാണ് മഹറായി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മഹറിൻ്റെ കൂടിയതോ കുറഞ്ഞതോ ആയ പരിധി ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ അത് വആതൂഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായ നിലയിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്ര മഹർ നൽകണമെന്നാണ് മഹറിൻ്റെ കാര്യത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, ആനന്ദാഹ്ലാദങ്ങൾക്ക് വേണ്ടി നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന ഈ സാരോപദേശങ്ങളെ ജീവിതത്തിൽ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ എത്രമേൽ ഓർക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനമുണ്ടാകാം. ജീവിതം സ്വാദുള്ളതായി തീരാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ജീവിതം സ്വാദുള്ളതായി തീരാൻ ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന സ്വാദ് കൊണ്ട് ആരംഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അസ്വലാ. നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ജീവിതത്തിൽ നമ്മുടെ സംസ്കാരമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ് അസ്വദഖ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ളത് അവശരായ ആളുകളെ കണ്ടാൽ കൊടുക്കാൻ ഉള്ളൊരു മനസ്സ് അത് നമുക്കുണ്ടാവുക, അങ്ങനെ അവരെ കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ സ്വിദ്ഖ്, ജീവിതത്തിൽ നമ്മൾ സത്യസന്ധത പാലിക്കുക എന്നുള്ളത്. ജീവിതം സ്വാദുള്ളതായി തീരാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഖുർആനും പ്രവാചക നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അതിലെല്ലാം ഉപരിയായി അസ്വബർ, ക്ഷമ, സഹനം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു വലിയ സംസ്കാരമാണ് എന്ന് ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. വസ്വിലത്തുർ റഹം,
നമ്മൾ കുടുംബ ബന്ധങ്ങൾ ചാർത്തുക. കുടുംബ ബന്ധങ്ങൾ അത് മുറിഞ്ഞു പോകാതെ സ്നേഹത്തിൻ്റെ കണ്ണികളാൽ വിളക്കി ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങളെപ്പോലെ തന്നെ മനുഷ്യബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും അങ്ങനെ എല്ലാവരെയും അംഗീകരിച്ചും ആദരിച്ചും ബഹുമാനിച്ചും കഴിയുന്ന അങ്ങനെ ഒരു സഹവർത്തിത്വത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലുണ്ടാവുക, മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാനും പറ്റാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ നമ്മൾ ചേർത്ത് വെക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളെയും അവൻ അകറ്റിത്തരികയും എല്ലാ പ്രശ്നങ്ങളെയും അവൻ നമുക്ക് പരിഹരിച്ചു തരികയും ജീവിതത്തിൽ ആനന്ദവും ആഹ്ലാദവും അവൻ നമുക്ക് ചൊരിഞ്ഞു തരികയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഈ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ട്. നിൻ്റെ കാരുണ്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനസ്സമാധാനവും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.